സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ 4ാം ദിവസത്തെയും താരം ഗോത്ര കലാരൂപങ്ങളാണ്. രസിപ്പിക്കുന്ന താളവും ഈരടികളുമായി ഇരുള നൃത്തമാണ് ഇന്ന് കളം പിടിച്ചത്. മിഥുൻ അയ്യപ്പൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കലോത്സവത്തിൻ്റെ ആദ്യ ദിവസം മുതൽ ഈ നീലക്കുറിഞ്ഞി എന്ന് പേരിട്ട 3ാം വേദി വിട്ട് ഞാൻ പോയിട്ടില്ല. കാരണം അത്രമേൽ മനോഹരമാണ് ഗോത്ര കലാരൂപങ്ങളും അവരുടെ ഊർജവും അവരുടെ വൈവിധ്യമാർന്ന പാട്ടും നൃത്തവും എല്ലാം. ആ പാട്ടിലും നൃത്തത്തിലും അടങ്ങിയിരിക്കുന്ന അവരുടെ ജീവിതവും ത്യാഗവും സഹനവുമെല്ലാം എങ്ങനെയാണ് ഈ അടിസ്ഥാന ജനവിഭാഗം, അത്തരത്തിൽ ഈ ഗോത്ര ജനവിഭാഗങ്ങൾ തങ്ങളുടെ കലാരൂപങ്ങളിൽ അവരുടെ വ്യതകളും അവരുടെ ജീവിത രീതികളെല്ലാം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നുള്ളത് അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഇന്ന് വേദി 3-ൽ അവതരിപ്പിക്കുന്നത് ഇരുള നൃത്തമാണ്. ആ ഇരുള നൃത്തത്തിൻ്റെ ഒരു സംഘം എന്നോടൊപ്പമുണ്ട്. കണ്ണൂരിൽ നിന്നുള്ള ടീമാണ്. അല്ല, ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത്? സെന്റ് ജോസഫ്, തലശ്ശേരി. ആദ്യമായിട്ടാണോ വരുന്നത്? അതെ. സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കുന്ന ആദ്യമായിട്ടാണോ? ആദ്യമായിട്ടാ. എന്താണ് ഇരുള നൃത്തം എന്നുള്ളതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും ഇവർക്ക്. നമുക്കറിയാം പാലക്കാട് ജില്ലയിൽ നിന്നുള്ള അട്ടപ്പാടി സമൂഹത്തിന്റെ ഒരു ഗോത്രത്തിന്റെ ഡാൻസ് ആണ് ഇരുള നൃത്തം. ഇതിൽ നമ്മൾ പുറയും ദവില് ജാൽഡ്ര എന്ന് പറഞ്ഞ ഉപകരണങ്ങളെ ഉപയോഗിക്കുന്നത്. കൃഷി ഇറക്കുന്ന സമയത്തും മരണാനന്തര ചടങ്ങ് സമയങ്ങളിലാണ് ഈ കലാരൂപം അവതരിപ്പിച്ചു വരുന്നത്. ഇപ്പൊ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ഈ പ്രാക്ടീസ്? ആരാണ് ഇതിന്റെ പഠിപ്പിച്ച നമ്മളെ പഠിപ്പിച്ച അട്ടപ്പാടി എന്ന് പറഞ്ഞ പഴനിസ്വാമി എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ അതിന്റെ അതേ രീതിയിൽ തന്നെ തനത് രീതിയിൽ തന്നെ പഠിക്കാൻ പറ്റിയില്ല അവിടെ നിന്നുള്ള ആളായതുകൊണ്ട്? അതുകൊണ്ട് തന്നെ അതിന്റെ തനതിൽ പഠിക്കാൻ പറ്റും. അദ്ദേഹം കൂടെ ഉണ്ട്? ഉണ്ട്. അപ്പൊ ഏതായാലും സാറിലേക്ക് എത്താം. നമുക്ക് നമ്മുടെ ഒരു പ്രകടനം കാണാം നിങ്ങളെ. ഓക്കെ, പെട്ടെന്ന് തുടങ്ങി. നമുത്ത് നാട് മേലെ നാട്, നമുത്ത് നാട് സൊലെ നാട്, അപ്പത്ത കലത്തി സൊലെ നാട്, ഇപ്പത്ത കലത്തി മുട്ട മേലെ, അപ്പത്ത കലത്തി വിണി വീണ ആടിപ്പാടി നടന്നാറ്, ഇപ്പത്ത കലത്തി വിണി വീണ തെക്കേ വടക്കേ നടക്കാറ്. നമുത്ത് നാട് മേലെ നാട്, നമുത്ത് നാട് തൊലെ നാട്, അപ്പത്ത കലത്തി തൊലെ നാട്, ഇപ്പത്ത കലത്തി മുട്ട മേലെ. വളരെ അതിമനോഹരമായിട്ടുള്ള പാട്ടാണല്ലോ. നമ്മൾ ഇപ്പോൾ ഈ ഇടയുള്ള സിനിമകളിലൊക്കെ ഇത്തരം പാട്ടുകളൊക്കെ കാണാറുണ്ട്. കാരണം കുറച്ചുകൂടിയും നമ്മുടെ വൈകാരികമായിട്ടുള്ള നമ്മൾ അത് ചോദിക്കാൻ നമുക്ക് ഇവരുടെ സാറിനോട് ചോദിക്കാമെന്ന് തോന്നുന്നു. കാരണം ഇപ്പോഴത്തെ സിനിമകളിലൊക്കെ കൂടുതൽ ഈ നാടൻ പാട്ടുകൾ പണ്ട് മുതലേ ഉണ്ട്. പക്ഷേ ചില ഈരടികളൊക്കെ നമ്മൾക്ക് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട് വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളിൽ. എങ്ങനെയാണ് ഇതിന് ഏറ്റവും കൂടുതൽ വൈകാരിക നിമിഷങ്ങളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പാട്ടുകളായതുകൊണ്ടാണോ അങ്ങനെ? ഇതൊരു തനതായ പാട്ടുകളാണ്. പാരമ്പര്യമായിട്ടുള്ള പാട്ടായതുകൊണ്ടും ഒരു ഗോത്ര സമൂഹത്തിൻ്റെ പാട്ടാണ്. അയ്യപ്പൻ കോശി സിനിമയിലെ നഞ്ചമ്മ ചേച്ചി മറ്റേ കളക്കാല സന്ദർഭ പാട്ട് പാടിയ ശേഷമാണ് ഇതൊരു ജനകീയമായി മാറിയത്. അപ്പോൾ നഞ്ചമ്മ ചേച്ചി നമ്മുടെ ട്രൂപ്പിൽ തന്നെയാണ് 18 വർഷമായിട്ട് പാടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ചേച്ചി നമ്മളെ തന്നെ സജി സാർ പരിചയപ്പെടുത്തി കൊടുത്തത്. ഞാൻ ആ പടത്തിലെ എക്സൈസ് ഓഫീസറായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പടത്തിൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ കുട്ടികളാണ് മദ്യം പിടിക്കുന്ന ആള്. ഓക്കെ, അപ്പോൾ നമ്മുടെ കുട്ടികളാണ്. നന്നായിട്ട് അവർ ചെയ്തു. അപ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തനതായ കലാരൂപം ഇന്ന് എല്ലാവരും ഏറ്റെടുത്തു. ഞങ്ങളുടെ കുട്ടികളെക്കാട്ടി നന്നായിട്ട് ഭംഗിയായിട്ട് തന്നെ പാട്ട് പാടുന്നു, കൊട്ടുന്നു, നൃത്തം ചൂടുകൾ വെക്കുന്നു. വളരെയധികം സന്തോഷമുണ്ട്. എന്തായാലും കഴിഞ്ഞ വർഷം ഇവർ തന്നെയാണ് സ്റ്റേറ്റിലേക്ക് വന്നത്. ഈ വർഷം വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്നാൽ ഏത് പാട്ടാണ് നമുക്ക് വേണ്ടി ഇനി വേറൊരു പാട്ട് കൂടി, നാടൻ പാട്ട് കൂടി പാടാനുള്ളത്? തില്ലേലേലേലേലോ പുള്ളേറെങ്കുമാ, തില്ലേലേലേലേലോ പുള്ളേറെങ്കുമാ, തില്ലേലേലേലേലോ പുള്ളേറെങ്കുമാ, തില്ലേലേലേലേലോ പുള്ളേറെങ്കുമാ, താനാനേ താനാനേ തനേ താനാനേ താനാനേ, താനാനേ താനാനേ തനേ തനേ നാനേ താനാനേ, பார்த்தாலும் பார்த்து நடி புள்ளறங்குமா, பார்த்துக்கிட்டேன் இப்ப நடி புள்ளறங்குமா, பார்த்தாலும் பார்த்து நடி புள்ளறங்குமா, பார்த்துக்கிட்டேன் இப்ப நடி புள்ளறங்குமா, தானானே தானானே தனி தானா
താനാനേ താനാനേ തനേ താനേ നാനേ താനാനേ. അടിപൊളി. മോളുടെ പേര് പറയൂ. തന്മയ. സാറിന്റെ പേര് പറഞ്ഞില്ല. എൻ്റെ ഒരു പഴനിസ്വാമി, അട്ടപ്പാടിയാണ് സ്വന്തം സ്ഥലം. ഇപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി അറിയാം. ഇപ്പോൾ ഇത് രണ്ടാമത്തെ വർഷമാണ് ഇത്രയും ഗോത്ര കലാരൂപങ്ങൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയിട്ട്. ഇതെങ്ങനെ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ആ പ്രദേശത്തും? അതുപോലെ തന്നെ ഇത് ഒരു ഉപജീവനത്തിൻ്റെ ഒരു മാർഗം കൂടി വന്നിരിക്കുന്നു. മാത്രമല്ല നിങ്ങളുടെ വരികൾ, നിങ്ങളുടെ പാട്ടുകൾ, നിങ്ങളുടെ പ്രയത്നം, നിങ്ങളുടെ പൈതൃകമൊക്കെ കൂടുതൽ ആളുകളിലേക്ക് എത്തുകയാണ്. എന്ത് മാറ്റമാണ് ഈ ഒരു വർഷം കൊണ്ടുണ്ടായിരിക്കുന്നത്? വലിയൊരു മാറ്റമാണ് ഇതൊരു. നമ്മൾ 10 വർഷം മുമ്പിൽ തന്നെ ഞങ്ങളുടെ തനതായ കലാരൂപം സംസ്ഥാന കലോത്സവത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി കുറേ ആവശ്യപ്പെട്ടിട്ടുണ്ട്, കുറേ സെമിനാറിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. എന്നാൽ ഞങ്ങളുടെ കുട്ടികൾ ശരിക്കും വേറെ കലാരൂപങ്ങൾ എടുത്തിട്ട് സ്റ്റേറ്റ് ലെവലിൽ എത്തുന്നില്ല. അപ്പോൾ ഈ കലാരൂപം ഉൾപ്പെടുത്തിയത് കൊണ്ട് ഞങ്ങളുടെ സമുദായത്തിലെ കുട്ടികളും സ്റ്റേറ്റ് ലെവലിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു കാര്യം. പിന്നെ ഇത് ജനകീയമായി മാറിയത് കൊണ്ട് അത് എന്താ പറയുക, ഇത് മൺമറഞ്ഞു പോയില്ല. ശരിക്കും ഇത് മൺമറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ശരിക്കും. ഞങ്ങളുടെ തനതായ പാട്ടുകളും ഞങ്ങളുടെ സമുദായത്തിലുള്ള കുട്ടികൾ പഠിക്കാതെ ഇങ്ങനെ മാറി നിൽക്കുന്ന ഒരു അപകർഷ ബോധം കൊണ്ട് മാറി നിൽക്കുന്ന ഒരു കാലഘട്ടം ആയിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ ഇത് ഉൾപ്പെടുത്തിയത് കൊണ്ട് ഞങ്ങളുടെ കുട്ടികൾ ഇത് മുന്നോട്ട് വരാൻ തുടങ്ങി, ഇത് പഠിക്കാൻ തുടങ്ങി. അപ്പോൾ ഇത് കുറേ കലാകാരന്മാർക്ക് ഉപജീവന മാർഗ്ഗമായി മാറി. ട്രെയിനർമാരായിട്ട് പോകുന്നുണ്ട്, ജഡ്ജായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് വളരെ അഭിമാനമുണ്ട് മൊത്തത്തിൽ. ഇന്ന് എവിടെ പോയാലും ഞങ്ങളുടെ പാട്ട് കേൾക്കാമല്ലോ. ഇല്ലെങ്കിൽ ഒരു വിഭാഗത്തിൻ്റെ പാട്ടും നൃത്തം മാത്രം ഇങ്ങനെ മാറ്റി നിർത്തപ്പെട്ടു പൊതുസമൂഹത്തിൽ നിന്ന്. ഇപ്പോൾ അങ്ങനെ പൊതുസമൂഹത്തോടൊപ്പം തന്നെ അത് ചേർന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയാണ്. കല അങ്ങനെ കാലാതീതമാണ്. കല എന്ന് പറയുന്നത് പോലെ തന്നെ പുതിയ പരിഷ്കാരങ്ങൾ അത് സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ അടിച്ചമർത്തപ്പെട്ട അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമുദായത്തിൻ്റെ ഒരു വിഭാഗത്തിൻ്റെ എല്ലാ ചൂടുമെല്ലാം ഇത്തരം കലാപ്രകടനങ്ങളുടെ പൊതുമധ്യത്തിലേക്ക് എത്തുകയാണ്, അത് ആസ്വദിക്കുകയാണ്. ആസ്വാദനം എന്ന് പറഞ്ഞത് അത് അവരുടെ ആ ആസ്വാദനത്തിനൊപ്പം തന്നെ സാധാരണ ആളുകളും അവരുടെ ജീവിതത്തോടൊപ്പം ചേരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.